വേറൊന്നും അതിൽ കൂടെ നമുക്ക് ഇനി അതിൽ കൂടെ ഒരു അലോട്ട്മെൻറ്റോ ഒരു സീറ്റോ ഒന്നും നീറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയില്ല. ഈ മാർക്കിന് മുകളിലുള്ളവർക്കാണ് MBBS BDS ഇന്ത്യയിൽ പഠിക്കാനോ വിദേശത്ത് പഠിക്കാനുള്ള അർഹത. അപ്പം ഈ വർഷത്തെ സാധ്യതകൾ എന്താണ്, എനിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് ഇന്നലെ വന്ന നീറ്റ് റിസൾട്ടിലൂടെ ഏതാണ്ട് 90% മനസ്സിലായി. ഇനി നമുക്ക് വരാനുള്ളത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റും കേരള കാറ്റഗറി റാങ്കുമാണ്. അത് തിരിച്ചറിയേണ്ടത് 12ാം ക്ലാസ്സിന് ശേഷമല്ല, ഒരു 5ാം ക്ലാസ് മുതലേ ആണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കിവിടെ വേണ്ടത്. അല്ലാതെ നമുക്ക് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. സെപ്റ്റംബർ അവസാനത്തെ നമ്മൾ ഇതുപോലൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുണ്ട് എണ്ണം, അതായത് ബെർലിനിലെ കുട്ടികൾ ഗവൺമെൻറ് MBBS നേടിയിരിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കായാലും. അപ്പോൾ സാർ ആ നീറ്റ് 2025 കേരളം എങ്ങനെ നോക്കിക്കാണണമെന്നാണ് സാർ പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ചിന്തിക്കാനുള്ള ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 148ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ ശിവൻ സാർ. തീർച്ചയായിട്ടും ഇന്നലെ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഏറ്റവും ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന നീറ്റ് റിസൾട്ട് വന്നു. ബ്രില്യൻറ്റിന് ഇത് അഭിമാനം നിറഞ്ഞൊരു നിമിഷം തന്നെയാണ്. കാരണം ബ്രില്യൻറ്റിന് തന്നെ കേരള ഫസ്റ്റ് സ്വന്തമാക്കാൻ സാധിക്കുന്നു. അതുപോലെ ആദ്യ 5-ൽ 5 റാങ്കുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. ആദ്യ 10ലേക്ക് എത്തുമ്പോൾ 8 റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചു. എങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഇനി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. MBBS സാധ്യതകൾ, സീറ്റുകളുടെ സാധ്യതകൾ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പം നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടേ ഉള്ളൂ. ഇനി നമ്മളുടെ സാധ്യതകൾക്കും റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെക്കൊണ്ട് കഴിയാവുന്ന ഫീസുള്ള കോളേജുകളും കോഴ്സുകളുമൊക്കെ തിരഞ്ഞെടുത്ത് അതാത് വെബ്സൈറ്റുകൾ വഴി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നീറ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും ധാരാളം സാധ്യതകളാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും MBBS സീറ്റ്, ഇന്ത്യയിൽ എവിടെയെങ്കിലും BDS സീറ്റ്, ഇന്ത്യയിൽ എവിടെയെങ്കിലും BSc നഴ്സിംഗ് സീറ്റ്, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു വെറ്റിനറി സീറ്റ്, ഇതൊക്കെ നീറ്റ് വെച്ച് കിട്ടുന്നതാണ്. കേരളത്തിൽ MBBS ഗവൺമെൻറ് മേഖല, സ്വകാര്യ മേഖല, NRI മേഖല, BDSും അതുപോലെ തന്നെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദ, ഹോമിയോ പോലെയുള്ള മെഡിക്കൽ കോഴ്സുകൾ, ഇതെല്ലാം നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ള 2025 എഴുതിയ വിവിധ എൻട്രൻസുകളുടെ ഇപ്പോൾ ജോസ സീറ്റ് ലൊക്കേഷൻ നടക്കുന്നു. BPharmൻ്റെ കേരള എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ റാങ്ക് വരാൻ പോകുന്നു. ഐസർ, നൈസർ, CUET പോലുള്ളതിൻ്റെ റാങ്ക് വരാൻ പോകുന്നു. എയിംസ് BSc നഴ്സിംഗിൻ്റെ സീറ്റ് റാങ്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ഇതിനപ്പുറത്ത് എന്തൊക്കെയാണോ സാധ്യതകളുള്ളത് അതിൻ്റെ എല്ലാം കൂടെ ഒരു ആകത്തുക, അല്ലെങ്കിൽ എന്താണ് ഞാൻ 2025-26 അധ്യയന വർഷത്തിൽ ചേരേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയിലെത്താനുള്ള കറക്റ്റ് സമയമാണ്. അതിനനുസരിച്ച് ഓപ്ഷനുകൾ ഫില്ല് ചെയ്യേണ്ട സമയമാണ്. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതാണ്ട് 1-1.5 ആഴ്ചക്കാലം അവർ ഇതിൻ്റെ ഒരു ഡാറ്റാബേസ് തയ്യാറാക്കാനായിട്ട് എടുക്കും. അതിനുശേഷം നീറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വരും. ഇതിൻ്റെ ഡാറ്റാബേസ് എല്ലാ സ്റ്റേറ്റുകൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വിവിധ സ്റ്റേറ്റുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിലും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. NEET.NTA.NIC.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള ഔദ്യോഗികമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായി. ആ വെബ്സൈറ്റ് വഴി ഇനി ഒന്നും ലഭിക്കാനില്ല. നീറ്റിൻ്റെ സ്കോർ കാർഡാണ് നമുക്ക് കിട്ടുന്ന ഏക ഒരു സ്കോർ കാർഡ്. വേറൊന്നും അതിൽ കൂടെ നമുക്ക് ഇനി അതിൽ കൂടെ ഒരു അലോട്ട്മെൻറ്റോ ഒരു സീറ്റോ ഒന്നും നീറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ്, എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് BDS സീറ്റ് ആഗ്രഹിക്കുന്ന എല്ലാവരും നീറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ മാർക്ക് 144ആണ്. OBC, SC, ST, PWD വിഭാഗത്തിന് 113 മാർക്കാണ്. ഈ മാർക്കിന് മുകളിലുള്ളവർക്കാണ് MBBSും BDSും ഇന്ത്യയിൽ പഠിക്കാനോ വിദേശത്ത് പഠിക്കാനുള്ള അർഹത. അപ്പം ബാക്കിയുള്ള കോഴ്സുകൾക്ക് അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, BSc നഴ്സിംഗിന് പോലുള്ള ഈ കട്ട് ഓഫ് ഒന്നുമില്ല. എത്ര മാർക്കുള്ളവർക്കും നമുക്ക് അഡ്മിഷൻ കിട്ടും. MBBS BDSന് മാത്രമേ ഉള്ളൂ 144 മാർക്കിന് മുകളിൽ വരണം എന്നുള്ള നിബന്ധനയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ മാർക്കിന് മുകളിലുള്ള എല്ലാവർക്കും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റോ ഗവൺമെൻറ് BDS സീറ്റോ ആഗ്രഹിക്കുന്നെങ്കിൽ അവരിനി ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റ് MCC.NIC.in എന്ന വെബ്സൈറ്റിൽ UG മെഡിക്കൽ കൗൺസിലിംഗ് ആണ്. ജൂലൈ ആദ്യത്തെ ആഴ്ചയായിരിക്കും അത് ആരംഭിക്കുന്നത്. 4 റൗണ്ടുകളാണുള്ളത്. അതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ റൗണ്ടുകളൊക്കെയാണ്. രജിസ്ട്രേഷൻ ഫീസുണ്ട്. അത് ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും
എത്ര വേണമെങ്കിലും ഓപ്ഷൻ കൊടുക്കാം. കേരളത്തിലെ അടക്കം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അടക്കം മുഴുവൻ സീറ്റുകൾക്കും ഈ പറയുന്ന കുട്ടികൾക്കെല്ലാം അപ്ലൈ ചെയ്യാനുള്ള അർഹതയുണ്ടായിരിക്കും. ഇനി നമുക്ക് കേരളത്തിൽ തന്നെയാണ് ഒരു സീറ്റ് നോക്കുന്നത്, കേരള അലോട്ട്മെൻറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്. ഈ അടുത്ത ആഴ്ച നമ്മുടെ നീറ്റിൻ്റെ ഡാറ്റാബേസ് കിട്ടിയതിന് ശേഷം എല്ലാവരും നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരളത്തിൻ്റെ സൈറ്റിൽ എൻ്റർ ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണം. ജൂലൈ ആദ്യത്തെ ആഴ്ചയോടുകൂടി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ജൂലൈ 2ാമത്തെ ആഴ്ചയ്ക്ക് ശേഷമാണ് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിക്കുന്നത്. MBBS BDS ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് NRI ഒക്കെ ആരംഭിക്കും. അതോടൊപ്പം തന്നെ പാരലായിട്ട് അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലെയുള്ള അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റുകൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ NRIക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് NRIയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഈ ആഴ്ച കേരളയുടെ വെബ്സൈറ്റിൽ വരും. പുതിയതായിട്ട് ആർക്കെങ്കിലും NRI സീറ്റിന് 22 ലക്ഷം കൊടുത്ത് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ പുതിയതായിട്ട് NRIക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കേരളയുടെ സൈറ്റിൽ വരും. അതുപോലെ തന്നെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ്, കേരള BPharm റാങ്ക് ലിസ്റ്റൊക്കെ കേരളയുടെ വെബ്സൈറ്റിൽ ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. അതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ മെഡിക്കലിന് മുമ്പ് തന്നെ ആരംഭിക്കും. എഞ്ചിനീയറിംഗിൻ്റെയൊക്കെ BPharm മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെ കൂടെ തുടങ്ങാനേ സാധ്യതയുള്ളൂ. അപ്പം ഇതിലെല്ലാമാണ് നമ്മളിനി ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നിരന്തരം നമ്മൾ നോക്കേണ്ട 2 വെബ്സൈറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് mcc.nic.in UG മെഡിക്കൽ, മറ്റൊന്ന് ce.kerala.gov.in എന്ന വെബ്സൈറ്റ്. ഭിന്നശേഷി വിഭാഗക്കാരുടെ PWD റിസർവേഷൻ ഉള്ളവരും കേരളയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ വെരിഫിക്കേഷനായിട്ടുള്ള സ്ലിപ്പ് എടുക്കേണ്ട ഡേറ്റുകൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് വരും. അവരും തിരുവനന്തപുരം നഴ്സിംഗ് കൗൺസിലിൻ്റെ ഓഡിറ്റോറിയത്തിൽ PWD വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോകേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്. അത് ഉടൻ തന്നെ വരും. ഓൾ ഇന്ത്യ തലത്തിലുള്ള PWD വെരിഫിക്കേഷൻ ജൂലൈ ആദ്യത്തെ ആഴ്ചയെ വരികയുള്ളൂ. അത് MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് വരുന്നത്. ഇനി കേരളത്തിൻ്റെയും ഓൾ ഇന്ത്യയുടെയും സാധ്യതകൾക്കപ്പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും മാനേജ്മെൻറ്റ് സീറ്റുകൾ എല്ലാ സ്റ്റേറ്റുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. കുറേ വ്യക്തികളുടെയെങ്കിലും ചിന്ത എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലുണ്ടെന്നാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു കോളേജ് പറഞ്ഞാൽ ഗോകുലം, ശ്രീനാരായണ, അതുപോലെ 20 കോളേജുകൾ കേരളത്തിലുണ്ട്. ഇത് കേരളയുടെ വെബ്സൈറ്റിൽ മാത്രമേ ഉള്ളൂ. CEയുടെ വെബ്സൈറ്റിൽ മാത്രമേ ഈ കോളേജുകളുടെ പേരുള്ളൂ. ഓൾ ഇന്ത്യ വെബ്സൈറ്റിൽ ഈ പേരുകളില്ല. അതുപോലെ തന്നെ കർണാടകത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, രാമയ്യ പോലെയുള്ള, JJ കെമ്പഗൂഡ പോലെയുള്ള 24 സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, അത് കർണാടകത്തിൻ്റെ വെബ്സൈറ്റിൽ മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യയുടെ വെബ്സൈറ്റിലില്ല. തമിഴ്നാട്ടിലെ PSG പോലെയുള്ള മെഡിക്കൽ കോളേജുകൾ, അത് തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ വെബ്സൈറ്റിലില്ല. എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ വെബ്സൈറ്റിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളില്ല, ഗവൺമെൻറ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് നോക്കുന്നതെങ്കിൽ അതാത് സംസ്ഥാനങ്ങളുടെ വെബ്സൈറ്റുകളാണ് അവർ പരിശോധിക്കേണ്ടത്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ MCCയുടെ വെബ്സൈറ്റിൽ ഗവൺമെൻറ് MBBSും BDSും കൂടാതെ എയിംസിൻ്റെ 20 കോളേജുകളുണ്ട്, ജിപ്മറിൻ്റെ 2 കോളേജുണ്ട്, ESIയുടെ 11 കോളേജുകളുണ്ട്. അതുകൂടാതെ ഡീംഡ് കോളേജുകളാണ്, സ്വകാര്യ സർവകലാശാലകളായിട്ടുള്ള ഡീംഡ് സർവകലാശാലകളാണ് 52 കോളേജുകൾ MCCയുടെ വെബ്സൈറ്റിലുള്ളത്. സ്വാഭാവികമായിട്ടും വളരെ ഉയർന്ന ഫീസുള്ള കോളേജുകളാണ്. 18 ലക്ഷവും 20 ലക്ഷവും 22 ലക്ഷമൊക്കെ വാർഷിക ഫീസ് കൊടുക്കേണ്ട കോളേജുകളാണ് ഓൾ ഇന്ത്യ വെബ്സൈറ്റിലുള്ളത്. അതുകൊണ്ട് സെൽഫ് ഫിനാൻസിങ് മേഖല, സ്വകാര്യ മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ കേരളത്തിലെ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റാണ് പരിശോധിക്കേണ്ടത്. ഡീംഡ് കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് പ്രവേശനം നേടേണ്ടത്. തമിഴ്നാട്ടിലെ ഡീംഡ് കോളേജുകളായിട്ടുള്ള ചെട്ടിനാട്, SRM മെഡിക്കൽ കോളേജുകൾ, കർണാടകത്തിൽ 12 ഡീംഡ് മെഡിക്കൽ കോളേജുകളുണ്ട്. JJയും ഹെഡ്ഗയും നിറ്റയും ബെൽഗാവിയും മണിപ്പാലും ഒക്കെ പോലുള്ള കോളേജുകൾ. കേരളത്തിൽ ഒരു കോളേജുള്ളൂ, അമൃത മാത്രം. ഇതൊക്കെ MCCയുടെ സൈറ്റ് വഴി മാത്രമേ നമുക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇത് തിരിച്ചറിയണം. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എന്താണ്, ഡീംഡ് കോളേജുകൾ എന്താണ്, ഇന്ത്യയിലെ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാനുള്ള സാധ്യത എന്താണ്, അല്ലെങ്കിൽ അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. അതാത് സൈറ്റുകൾ വഴിയെല്ലാം അപ്ലൈ ചെയ്ത് വെക്കുക. അതാണ് നമുക്ക് ഇനിയുള്ള ഒരു 1-2 മാസക്കാലം നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അതിൽ സാധ്യതകൾ നമുക്ക് മുൻ വർഷങ്ങളിലെ നോക്കുമ്പം നമുക്ക് ലാസ്റ്റ് റാങ്ക് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ ഫീസ് സ്ട്രക്ചറുകൾ നോക്കിയിട്ട് നമുക്ക് പ്രവേശനത്തിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കാൻ സാധിക്കും.
നമുക്കിവിടുന്ന് യാത്രാ സൗകര്യം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് സാധിക്കും. കോളേജുകളുടെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കിയിട്ടൊരു തയ്യാറെടുപ്പിൻ്റെ സമയമാണ് ഇനിയുള്ളൊരു കുറച്ച് സമയങ്ങൾ. അതനുസരിച്ച് നമ്മൾ വിവിധ വെബ്സൈറ്റുകളിൽ അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്കറിയാം സെൻറ്റ് ജോൺസ് പോലുള്ള മെഡിക്കൽ കോളേജുകളിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കർണാടകത്തിൻ്റെ വെബ്സൈറ്റ് നിരന്തരം നോക്കണം. CMC വെല്ലൂരിൽ അപ്ലൈ ചെയ്യാൻ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ TN മെഡിക്കൽ സെലക്ഷനിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യണം. AFMC മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ MCCയുടെ വെബ്സൈറ്റ് നിരന്തരം വീക്ഷിക്കണം. ഡീംഡ് കോളേജുകളിൽ NRI സീറ്റ് എടുക്കാനായിട്ട് വളരെ ഉയർന്ന ഫീസ് 40 ലക്ഷമൊക്കെ പെർ ഇയർ കൊടുത്തു പോകുന്ന ഡീംഡ് കോളേജുകളിൽ NRI സീറ്റ് ആഗ്രഹിക്കുന്ന അവരും MCCയുടെ വെബ്സൈറ്റിൽ നിരന്തരം നോക്കണം. PWD വിഭാഗങ്ങൾ ഭിന്നശേഷിക്കാർ ഓൾ ഇന്ത്യ തലത്തിൽ എയിംസിലോ ജിപ്മറിലോ ഓൾ ഇന്ത്യ കോട്ടയിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ MCCയുടെ വെബ്സൈറ്റ് നിരന്തരം നോക്കണം. അപ്പോൾ നീറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയുള്ള എല്ലാ പ്രോസസ്സുകളും തീർന്നിരിക്കുന്നു. ഇനി മറ്റുള്ള വെബ്സൈറ്റുകളാണ് അവർ നിരന്തരം നോക്കേണ്ടത്. മിലിറ്ററി നേഴ്സിംഗ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ join.indianarmy.nic.in എന്ന വെബ്സൈറ്റാണ് നിരന്തരം നോക്കേണ്ടത്. ജിപ്മറിൽ BSc നേഴ്സിംഗും അലൈഡ് കോഴ്സുകളും ആഗ്രഹിക്കുന്നെങ്കിൽ jipmar.edu.in എന്ന വെബ്സൈറ്റാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റ് നേഴ്സിംഗ് കോളേജുകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റുകളൊക്കെ നോക്കണം. അപ്പം ഈ വർഷത്തെ സാധ്യതകൾ എന്താണ്, എനിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് ഇന്നലെ വന്ന നീറ്റ് റിസൾട്ടിലൂടെ ഏതാണ്ട് 90% മനസ്സിലായി. ഇനി നമുക്ക് വരാനുള്ളത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റും കേരള കാറ്റഗറി റാങ്കുമാണ്. ഓരോ കാറ്റഗറിയിലും എത്രാമത്തെ ആളാണെന്നൊക്കെ അറിയുന്നതോടുകൂടി നമുക്ക് 100% ഈ വർഷത്തെ കേരളത്തിൻ്റെ സാധ്യതകളും അറിയാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ നീറ്റ് 2025 വളരെ കഠിനമേറിയൊരു എക്സാം ആയിരുന്നു. അതെ, നീറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ പാറ്റേണൊക്കെ മാറി വന്നിട്ടുള്ള ഏറ്റവും കടുപ്പമേറിയ എക്സാം, ഏറ്റവും കട്ട് ഓഫ് കുറയുന്ന എക്സാമൊക്കെയാണ് നീറ്റ് 2025. അതെ. അപ്പോൾ സാർ, ആ നീറ്റ് 2025 കേരളം എങ്ങനെ നോക്കിക്കാണണമെന്നാണ് സാർ പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ചിന്തിക്കാനുള്ള വലിയൊരു ചൂണ്ടുപലക തന്നെയാണ് നീറ്റ് 2025. നീറ്റ് 2025 യഥാർത്ഥത്തിൽ മലയാളികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പരീക്ഷയും ഒരു റാങ്ക് ലിസ്റ്റും തന്നെയാണ്. കാരണം നമ്മൾ മാറേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. ഇതുവരെ വളരെ എളുപ്പത്തിൽ നടന്ന ഒരു എക്സാം JEE അഡ്വാൻസ്ഡ് പോലെ വളരെ ടഫായി മാറിയപ്പോൾ ഒരു പക്ഷേ ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് എയിംസ് പോലുള്ളൊരു കോളേജുകളിൽ, ജിപ്മർ പോലുള്ളൊരു കോളേജുകളിലൊക്കെ നമുക്കിനി പ്രവേശനം കിട്ടണമെങ്കിൽ നമ്മളുടെ പഠിത്തത്തോടുള്ള അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുള്ള നമ്മളുടെ മനോഭാവം മാറേണ്ടിയിരിക്കുന്നു. നാം ഇത്രയും നേരത്തെ തന്നെ സബ്ജക്റ്റുകൾ വളരെ ഡീപ്പായിട്ട് പഠിക്കണം. അത് JEE അഡ്വാൻസ്ഡിനാണെങ്കിലും JEE മെയിൻ ആണെങ്കിലും നീറ്റിനാണെങ്കിലും. ഒരു പരിധിവരെ നീറ്റ് അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇപ്പം JEE മെയിനും JEE അഡ്വാൻസ്ഡിൻ്റെ അതേ പാറ്റേണിലോട്ട് നീറ്റും എത്തുകയാണ്. അപ്പം വളരെ നേരത്തെ തന്നെ അതിന് എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നുള്ള നിന്ന് മാറിയിട്ട് കുട്ടിക്കാലത്ത് തന്നെ ചെറുപ്പത്തിൽ തന്നെ സയൻസും മാത്സും ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യകതയാണ്. അത് കോമ്പറ്റേറ്റീവ് മൈൻഡോടുകൂടി തന്നെ പഠിക്കേണ്ട ആവശ്യകതയാണ് മലയാളികൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. 10ാം ക്ലാസ്സിലെല്ലാം A+ കിട്ടുമ്പോഴോ എല്ലാം A1 കിട്ടുമ്പോഴോ എടുക്കേണ്ട ഒരു മേഖലയല്ല IIT അല്ലെങ്കിൽ എയിംസ് മെഡിക്കൽ മേഖല. അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ 95% മാർക്ക് കിട്ടുമ്പോൾ മാത്രം മെഡിക്കലിനെ കുറിച്ച് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ IITയെക്കുറിച്ച് ചിന്തിക്കേണ്ടതല്ല. നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സബ്ജക്റ്റിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഓൾ ഇന്ത്യ തലത്തിൽ ഇപ്പം നമുക്ക് അഡ്മിഷൻ ഏതാണ്ട് സെപ്റ്റംബർ അവസാനിക്കുമ്പോൾ സെപ്റ്റംബർ 28-ാം തീയതി 30-ാം തീയതി ഒക്കെ നമ്മളൊരു ഈ പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് കാണാം മലയാളി കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന അഡ്മിഷൻ പ്രവേശനം മുൻ വർഷങ്ങളിൽ നിന്ന് ഒരു കുറവും ഉണ്ടാവില്ല. കേരളത്തിൽ കിട്ടിയിരിക്കുന്നതാണെങ്കിലും ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടിയിരിക്കുന്നതാണെങ്കിലും എയിംസിൽ കിട്ടിയിരിക്കുന്നതാണെങ്കിലും ESI കിട്ടിയിരിക്കുന്നതൊക്കെ ആണെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും. പക്ഷേ നമുക്കിപ്പോൾ എയിംസിൻ്റെ 20 കോളേജുകളിൽ ടോപ്പ് കോളേജുകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്നവരുടെ എണ്ണം നമുക്ക് ചിന്തിക്കേണ്ടി വരും. ESI കോളേജുകളാണെങ്കിൽ ESIയിൽ ടോപ്പ് കോളേജുകൾ കിട്ടിയിരിക്കുന്ന എണ്ണം നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിൽ ആദ്യത്തെ കോളേജുകളിൽ കിട്ടിയിരിക്കുന്ന എണ്ണം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എണ്ണം ഒരു പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കായാലും കൂടുതലാണ് താനും. പക്ഷേ ഇതുപോലൊരു എക്സാമിന് നാം എത്രത്തോളം
സബ്ജക്റ്റിൻ്റെ പഠിത്തത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെയാണ്. അപ്പം ഇപ്പം നമുക്കറിയാം, നമുക്ക് തന്നെയാണെങ്കിലും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 18ാം സ്ഥാനത്ത് ദീപ്നിയ എത്തിയെങ്കിലും ഓൾ ഇന്ത്യ റാങ്ക് 109 അപ്പം അദ്ദേഹത്തിന് OBC റിസർവേഷൻ ഉള്ളതുകൊണ്ട് എയിംസ് ഡൽഹിയിലെത്തും. പക്ഷേ മെറിറ്റിൽ ഒരു 50 ഓൾ ഇന്ത്യ റാങ്കിനകത്ത് വന്ന് എയിംസിൽ മലയാളികൾ പഠിക്കുന്നില്ല 2025. അപ്പോൾ അതിൻ്റെ കാരണം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ് മുഴുവൻ. നമുക്ക് ആ 100 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് നീറ്റ് NTA. അതിനകത്ത് കാണാം മഹാരാഷ്ട്രയും കർണാടകയും തമിഴ്നാടും 1-2 കുട്ടികളാണ് ആകെ ഉള്ളത്. കഴിഞ്ഞ തവണ 16 തമിഴ്നാടുണ്ടെങ്കിൽ ഇത്തവണ അതും 1-2 മാത്രമായിട്ട് മാറിയിരിക്കുന്നു. കർണാടക ഒരെണ്ണമാണ് അവസ്ഥയാണ്. കേരളം ആ ചിത്രത്തിലേ ഇല്ലാതെ പോയി. അപ്പം അത് തിരിച്ചറിയേണ്ടത് 12ാം ക്ലാസ്സിന് ശേഷമല്ല, ഒരു 5ാം ക്ലാസ് മുതലേ ആണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കിവിടെ വേണ്ടത്. അല്ലാതെ നമുക്ക് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. JEE അഡ്വാൻസിന് നമ്മൾ വർഷങ്ങളായിട്ട് അത് കാണുന്നതുമാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ ഡീപ്പിലോട്ട് പോയാലും 12ാം ക്ലാസ്സിന് ശേഷം നമുക്ക് ഒരു ടോപ്പിലോട്ട്, ഒരു 100-നകത്തോട്ട്, ഒരു 500-നകത്തോട്ട് ഓൾ ഇന്ത്യ റാങ്കിലോട്ട് എത്തണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സബ്ജക്റ്റ് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അത് നമുക്ക് നീറ്റ് 2025 കാണിച്ചു തരുന്നു എന്നുള്ളത് മാത്രം. പിന്നെ ഇനി 2026 ഇങ്ങനെ ആയി മാറുമോ? ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല. ഇത്രത്തോളം ആവില്ല ഒരിക്കലും 2026. 2026 തീർച്ചയായിട്ടും വേറൊരു പാറ്റേൺ ആയിരിക്കും. അത് എളുപ്പമാകുമോ ടഫാകുമോ? അപ്പം അടുത്ത വർഷത്തേക്ക് ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് നോക്കുമ്പം ഇത്രയൊക്കെ ഞങ്ങൾക്ക് പഠിക്കണമെന്നാണെങ്കിൽ ഇത്രയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ 2023 പോലെയോ 24 പോലെയോ ഒക്കെ വരാം. തീർച്ചയായിട്ടും ഒരു 24 പാറ്റേൺ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ വന്നില്ലെങ്കിലും 25 പോലെ അത്രയും ടഫായിട്ട് വരാൻ സാധ്യതയില്ല. പക്ഷേ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ സാറ് പറഞ്ഞു സൗത്ത് ഇന്ത്യയിലെ ഒരു റിസൾട്ട് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൽ കുറച്ചൊരു കുറവ്, നേരിയൊരു കുറവുണ്ടെങ്കിൽ ടോപ്പിൽ ആദ്യത്തെ ഒരു 1000 അല്ലെ 2000 എടുത്ത് നോക്കുമ്പോൾ കുറവുണ്ട് എന്ന് പറയാം. പക്ഷേ എണ്ണത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ +2 ശേഷമുള്ള നമ്മൾ റിപ്പീറ്റേഴ്സിൻ്റെ എണ്ണം നമ്മൾ ഇന്ന് നമ്മൾ പത്രത്തിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അതേ എണ്ണം തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾ നീറ്റ് 2025 ടഫ് ആകുമ്പം ഏറ്റവും നമുക്ക് അതിശയകരമായ കാര്യമാണ് പെൺകുട്ടികൾ നേടിയ ഈ വിജയം. ടഫസ്റ്റ് എക്സാമിൽ തീർച്ചയായിട്ടും. കാരണം JEE അഡ്വാൻസിൽ ഒരു പരിധിവരെ പെൺകുട്ടികൾ ആ ടോപ്പ് റാങ്കിൽ വരുന്ന അല്പം കുറവ് തന്നെയാണ്. പക്ഷേ നീറ്റിൽ വന്നപ്പോൾ വളരെ മികച്ച വിജയം, ആൺകുട്ടികളെക്കാളും മികച്ച വിജയം ബെർലിനിലെ പെൺകുട്ടികൾ നേടിയെടുത്തു എന്ന് പറയാതിരിക്കാനാവില്ല. അപ്പം ടോപ്പിൽ ആദ്യത്തെ ഒരു റാങ്കിൽ ഒരു പക്ഷേ നമുക്ക് സദേൺ സ്റ്റേറ്റുകളുടെ എണ്ണം കുറവ് തന്നെയാണ്. പക്ഷേ 6000-ലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും 2024 തന്നെയുള്ള എണ്ണം തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. സാർ, ഇപ്പോൾ നമ്മൾ സദേൺ സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ബ്രില്യൻറ്റിൻ്റെ ഒരു റിസൾട്ട് നമ്മളത് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. കാരണം അതൊരു ചെറിയൊരു ചർച്ചയ്ക്ക് വിധേയമാവുന്നുണ്ട്. അതിനെന്താണ് സാറിന് പറയാൻ പറ്റുക? പല വീഡിയോകളും നമ്മൾ ഇന്നലെ ശ്രദ്ധിക്കുകയുണ്ടായി. കേരളം പിന്നോട്ടാണോ, മലയാളികൾ പിന്നോട്ടാണോ എന്നൊക്കെ ഉള്ളത്. നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ അവസാനം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് തീരുന്ന സമയത്ത്, കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് തീരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ അനുസരിച്ചുള്ള ഒരു എണ്ണം, അല്ലെങ്കിൽ അതിനേക്കാളും മികച്ചൊരു എണ്ണത്തിൽ തന്നെ ആയിരിക്കും ഗവൺമെൻറ് MBBS ആണെങ്കിലും എയിംസ് ആണെങ്കിലും ജിപ്മർ ആണെങ്കിലും ESI കോളേജുകളാണെങ്കിലും AFMC ആണെങ്കിലും മുൻ വർഷങ്ങളിലേക്കാളും മികച്ച് തന്നെ നിൽക്കും. അതിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. ബെർലിനിലെ കുട്ടികൾ തീർച്ചയായിട്ടും ബെർലിനിലെ കുട്ടികൾ. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളൊരു പിന്നോട്ടാണെന്ന് പറയുന്നതിൽ അവർ ടോപ്പ് ഒരു 1000 റാങ്കൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അനലൈസ് ചെയ്തത്. പക്ഷേ ടോട്ടൽ എടുക്കുമ്പോൾ മലയാളി കുട്ടികൾ അല്ലെങ്കിൽ ബെർലിനിലെ കുട്ടികൾക്ക് മികച്ച വിജയം തന്നെയാണ് നീറ്റ് 2025 തന്നിരിക്കുന്നത്. കാരണം ഇതുപോലൊരു ടഫ് എക്സാമിൽ ഇത്രയും ടോപ്പായിട്ട് വരാനായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ചൊരു വിജയം തന്നെയാണ് നമുക്ക് ഇതുവരെ കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ സദേൺ സ്റ്റേറ്റുകളിൽ തന്നെ അഡ്മിഷൻ എടുക്കുന്നവരുടെ എണ്ണം മുൻ വർഷങ്ങളിലേക്കായാലും വളരെ കൂടുതലായിരിക്കും. ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം കിട്ടുന്നവരുടെ എണ്ണം തീർച്ചയായിട്ടും വളരെയായിട്ട് കൂടുതൽ തന്നെയായിരിക്കും. ടോപ്പ് എയിംസിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഭുവനേശ്വർ, ഭോപ്പാൽ, ജോധ്പൂർ, റായ്പൂർ, ഋഷികേശ്, പാറ്റ്ന, നാഗ്പൂർ പോലുള്ള കോളേജുകളിൽ കഴിഞ്ഞ വർഷത്തെ അതേ എണ്ണം തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ബാക്കിയുള്ള എയിംസുകളിൽ മികച്ച നിലവാരത്തിൽ ഉള്ള എയിംസിൽ തന്നെ
ഏതാണ്ട് 7,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയൊക്കെയാണ് ബാക്കിയുള്ള എയിംസിൽ കിട്ടുന്നത്. അവിടെ കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് 150ഓളം 160ഓളം കുട്ടികളാണുള്ളത്. തീർച്ചയായിട്ടും ആ എണ്ണം അല്ലെങ്കിൽ അതിനേക്കാളും മികച്ചൊരു എണ്ണം തന്നെ ആയിരിക്കും ബെർലിനിലെ വിദ്യാർത്ഥികളുണ്ടാവുക. ഓക്കെ, ബെർലിനിലെ റിസൾട്ടിന് ശരിക്കും പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. എണ്ണത്തിൽ യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കൂടിയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഓൾ ഇന്ത്യ കോട്ടയിൽ ഇപ്പോൾ നമുക്കറിയാം 528 മാർക്കാണ് 25,000 ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. കാരണം ഈ UP, രാജസ്ഥാൻ, പഞ്ചാബ് പോലെയുള്ള സ്റ്റേറ്റുകളിലാണ് ഈ ടോപ്പ് റാങ്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊരു കാരണവശാലും ഓൾ ഇന്ത്യ ഈ മേഖലകളിലോട്ട് വെക്കില്ല. കേരളം, കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന അവർ വെക്കില്ല. അതുകൊണ്ട് അവിടെയും കഴിഞ്ഞ വർഷത്തേക്കാളും വളരെ ഉയർന്ന ഓൾ ഇന്ത്യ റാങ്കിലായിരിക്കും ഗവൺമെൻറ് MBBS പ്രവേശനം തീരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സെപ്റ്റംബർ അവസാനത്തെ നമ്മൾ ഇതുപോലൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുണ്ട് എണ്ണം. അതായത് ബെർലിനിലെ കുട്ടികൾ ഗവൺമെൻറ് MBBS നേടിയിരിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും തീർച്ചയായിട്ടും അതിനേക്കാളും ഉയർന്നൊരു എണ്ണം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. സർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴാണ് കൃത്യമായിട്ട് കുട്ടികൾക്കൊരു ഒരു സംശയങ്ങളും കാര്യങ്ങളും കുറച്ചുകൂടെ ഉടലെടുക്കുക. കാരണം ചെറിയൊരു മാർക്കിനായിരിക്കും അവരുടെ സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കാതിരുന്നത്. ഗവൺമെൻറ് മേഖല സാധിക്കാതെ. അതെ, ഗവൺമെൻറ് മേഖല സാധിക്കാതെ പോയത്. അപ്പോൾ അവർക്കൊരു പക്ഷേ അവരുടെ മുമ്പിൽ സെൽഫ് ഫിനാൻസിങ് എന്ന ചോയ്സ് ഉണ്ട്, അതുപോലെ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളൊരു ചോയ്സ് ഉണ്ട്, അതോ മറ്റേതെങ്കിലും BDS പോലുള്ള കോഴ്സുകളൊക്കെ എടുക്കണോ? അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ ആ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് നമുക്ക് എന്ത് മറുപടി പറയാൻ സാധിക്കും? യഥാർത്ഥത്തിൽ അവിടെ കുട്ടികൾക്കൊരു എന്താ പറയുക, കുട്ടികൾക്ക്, മാതാപിതാക്കൾക്ക് അത്രയുമില്ല, കുട്ടികൾക്കൊരു തെറ്റായ ധാരണയുണ്ട്. ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളൂ. PG പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്നെ സമൂഹത്തിൽ അംഗീകരിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് തെറ്റായ ധാരണയാണ്. നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ കാണിക്കാനായിട്ട് സാധിക്കും. PG പ്രവേശനത്തിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവരൊക്കെ ഗവൺമെൻറ്റിൽ പഠിച്ചവർ മാത്രമൊന്നുമല്ല. ഏതാണ്ട് അതേ ശതമാനം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ശതമാനം സ്വകാര്യ മേഖലയിൽ പഠിച്ച കുട്ടികളുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ചാൻസിൽ കിട്ടി അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടി, ഇപ്പം 450 മാർക്കിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇത്തവണ ഉറപ്പായിട്ടും കേരളത്തിലൊരു സെൽഫ് ഫിനാൻസിങ് സീറ്റ് കിട്ടും. നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം, നമ്മുടെ കുടുംബ പശ്ചാത്തലം അതിന് അംഗീകരിക്കുന്നുവെങ്കിൽ അത് ഒരു കടത്തിലോട്ട് പോകുന്ന ഒരു ലോൺ എടുത്ത് പോകണമെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. കാരണം അങ്ങനെ പോകാൻ പറ്റിയതല്ല MBBS. കാരണം MBBS കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ സാലറി പേഴ്സണൊന്നും ആവില്ല. നമുക്ക് PG എടുക്കണം, DM എടുക്കണം, MD ഒക്കെ എടുക്കണം. അപ്പം നമുക്ക് ഒരു മുഴുവൻ എമൗണ്ടും ലോൺ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് MBBSലോട്ട് പോകാൻ പറ്റിയത് പ്രോഗ്രാമൊന്നും അല്ല. നമ്മുടെ കുടുംബ പശ്ചാത്തലം ഇതിനെ അംഗീകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എടുക്കാം ധൈര്യമായിട്ട്. അവിടുത്തെ പഠനം മോശമൊന്നുമല്ല. അവിടുത്തെ ബാക്കിയുള്ള അവരുടെ ലാഭകരമായിട്ടുള്ള കാര്യങ്ങളോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ PGക്ക് വേണ്ടിയിട്ടുള്ള പ്രവേശനത്തിനകത്തോ ഒന്നിലും യാതൊരു തരത്തിലുള്ള കുറവുകളുമില്ല. ഇനി വിദേശത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിലോ അതിനൊന്നും ഒരു കുറവുമില്ല. അപ്പം ഗവൺമെൻറ് മേഖലയിൽ കിട്ടുന്നതിൻ്റെ പറയാനുള്ളൊരു പ്രൗഢിയുണ്ട്. ഫീസിൽ വലിയ അന്തരം. അതാണ് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമെന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു ദുഷ്കരമായ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ ഇപ്പം ഈ നീറ്റ് റിസൾട്ട് വന്നപ്പം ഈ 450 മാർക്ക് വരെയുള്ളവരെ സംബന്ധിച്ചോളം അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന, സാധാരണക്കാരുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. നമ്മളിത് പറയുമ്പോഴും സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും അഡ്മിഷൻ എടുക്കാമെന്ന് പറയുമ്പോഴും 450 മാർക്ക് വരെയുള്ള സാധാരണക്കാരൻ്റെ കുടുംബത്തിനെ അഭിമുഖീകരിക്കുന്ന വലിയൊരു ക്രൈസിസ് തന്നെയാണ് MBBSൻ്റെ ഈ വളരെ ഉയർന്ന ഫീസ്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് 1.5 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. തമിഴ്നാട്ടിൽ 4 ലക്ഷം രൂപയാണ് അവിടെയുള്ളവർക്ക്. ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര 1 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അപ്പം ഇന്ത്യയിൽ കേരളമല്ലാത്ത എല്ലാ സംസ്ഥാനത്തും അതാത് സ്റ്റേറ്റിൽ പഠിക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ തുകയിലാണ് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും അവർ MBBS പഠിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സമരങ്ങൾ നടക്കുകയും അത് എല്ലാം ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് സീറ്റും ഗവൺമെൻറ് സീറ്റും കൂടെ ഒരുമിച്ചാക്കുകയും അതിന് കോമൺ ആയിട്ടൊരു ഫീസ് കൊണ്ടുവരികയും അത് വർഷം തോറും 5% ഫീസ് വർദ്ധിപ്പിക്കാമെന്നുള്ളൊരു ധാരണ എത്തുകയും ചെയ്തപ്പോഴാണ് 2025 എത്തിയപ്പോഴേക്കും 9 ലക്ഷം രൂപയ്ക്ക് അടുത്തോട്ട് ഫീസ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരൻ്റെ കുടുംബത്തിന് അത് എത്തിപ്പിടിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പം ഒരു പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വിദേശത്തൊക്കെ പോയിട്ടൊരു സാമൂഹിക പശ്ചാത്തലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പശ്ചാത്തലത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെൽഫ് ഫിനാൻസിങ് MBBS എടുക്കണം. അതിന് യാതൊരു കുറവുമില്ല.
പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാനായിട്ടും അല്ലെങ്കിൽ മറ്റു മേഖലകളിലോട്ട് പോകാനും ഒക്കെ ഏറ്റവും നല്ല അന്തരീക്ഷം തന്നെയാണ് ഈ സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ളതെന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടാവണം. അത് പറ്റുന്നവരാണെങ്കിൽ അത് എടുത്തെടുത്ത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ആ പശ്ചാത്തലം ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ അവിടെ പഠിക്കണമെന്ന ആഗ്രഹത്തിൽ 5 വർഷവും ലോൺ എടുത്തുകൊണ്ട് ഒരു കാരണവശാലും പഠിക്കുകയും ചെയ്യരുത്. കാരണം ചിലർക്ക് അങ്ങനെയുണ്ട്. ഇത് ലോൺ എടുത്തു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. കോഴ്സ് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ആദ്യത്തെ വർഷം തൊട്ട് നമ്മൾ ലോൺ എടുക്കുന്നു, കോഴ്സ് കഴിഞ്ഞിട്ട് ഇത് അടച്ചു തുടങ്ങിയാൽ മതി, 10 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി നമ്മൾ പറയും. പക്ഷേ നമ്മൾ പലിശ പോലും അടയ്ക്കാതിരിക്കുമ്പം 5 വർഷം കഴിയുമ്പോൾ ആ പലിശ എത്രത്തോളം കൂടും? പിന്നെ 10 വർഷമാകുമ്പോഴേക്കും നമ്മളുടെ കയ്യിൽ ഈ എമൗണ്ട് ഒരിക്കലും നമ്മുടെ ആ കുട്ടിയെ കൊണ്ട് അത് അടച്ചു തീർക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് പകുതി എമൗണ്ടെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുകയും 1-2 വർഷത്തെയൊക്കെ ലോൺ എടുത്തിട്ട് പോവുകയാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് MBBS കുഴപ്പമില്ല. അല്ലാതെ മുഴുവൻ ഒരിക്കലും ലോൺ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഉള്ള വീടും പറമ്പും ഒക്കെ വിറ്റിട്ടൊന്നും ദയവായിട്ട് പോകരുത്. അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കൊടുക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലാത്ത ഇപ്പം പൈസയൊക്കെ ഉണ്ടെങ്കിൽ, കാരണം 4 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനോടോ മറ്റുള്ള കോഴ്സുകൾ എടുക്കുന്നതിനോടോ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. MBBS പഠിക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കണം, സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മുമ്പത്തെ പറഞ്ഞ സാഹചര്യമൊക്കെയാണ് സാധാരണ ഒരു വരുമാനക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹത്താണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടോ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടോ യാതൊരു കുഴപ്പവുമില്ല. സെക്കൻഡ് ടൈം അല്ലെ തേർഡ് ടൈം ചെയ്യുന്നത് സാധ്യത കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ടെൻഷൻ, നമുക്ക് സാധ്യതകളെല്ലാം മനസ്സിലായി. ഏതൊക്കെ രീതിയിൽ പരീക്ഷ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ക്ലാസ്സുകൾ എഴുതേണ്ടത്, എങ്ങനെയാണ് പരീക്ഷകൾ എഴുതേണ്ടത്, കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ, അല്ലെ കഴിഞ്ഞ വർഷം ഞാൻ ലോങ് ടൈം പഠിച്ചപ്പോൾ, റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചപ്പോൾ എന്തായിരുന്നു എൻ്റെ അപാകത എന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ ചെയ്തുകൊണ്ട് യാതൊരു അപാകതയും ഇല്ല, തീർച്ചയായിട്ടും ചെയ്യാം. അപ്പം ചിലരെങ്കിലും പറയും കോച്ചിങ് സ്ഥാപനങ്ങൾക്ക് ഫീസ് കൂടുതൽ കിട്ടാനല്ലേ എന്ന്. സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ഒക്കെ ചെയ്യുന്നവർക്ക് നാമമാത്രമായിട്ടുള്ള ഫീസേ ഉണ്ടാവുള്ളൂ. ഫീസ് ആരും തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല, അല്ലേ? മിനിമം ഒരു മാർക്കുള്ളവരാണ് വരുന്നത്. ഇപ്പോൾ ബ്രില്യൻറ്റിൽ 450 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല സ്കോളർഷിപ്പാണ്. അതുകൊണ്ട് വളരെ ചെറിയൊരു എമൗണ്ടേ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്ന, എനിക്ക് തോന്നുന്നു ഏതൊരു വീഡിയോയുടെ താഴെ നമ്മളിങ്ങനെ റിപ്പീറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്ററിനെ കുറിച്ച് പറഞ്ഞപ്പം കോച്ചിങ് സ്ഥാപനങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ളതാണ് സെക്കൻഡ് ടൈം തേർഡ് ടൈം ഫോർത്ത് ടൈം ചെയ്യാനെന്ന് പറയുന്നത്. അപ്പം അത് തെറ്റിദ്ധാരണയാണ്. എവിടെയാണെങ്കിലും, ബ്രില്യൻറ്റിൽ നിന്നല്ല, എവിടെയാണെങ്കിലും ബ്രില്യൻറ്റ് 100%, ബാക്കിയുള്ളതും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. കാരണം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പുകൾ ഉണ്ടാകും. അപ്പം അതൊന്നും ഒരു തെറ്റല്ല. അത് ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. നമുക്ക് നമ്മുടെ കാര്യം വ്യക്തമായിട്ട് അറിയാം. ഇപ്പം 400 മാർക്കാണെങ്കിലും നല്ല സ്കോളർഷിപ്പ് കിട്ടും, 350 മാർക്കാണെങ്കിലും സ്കോളർഷിപ്പ് കിട്ടും, ബ്രില്യൻറ്റ് ഹോസ്റ്റലും കിട്ടും. അതൊക്കെ വേണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കുക. മോശമല്ല എന്ന് മാത്രം. ടെൻഷനായിരിക്കും അവരെ ബാധിക്കാൻ പോകുന്ന നെഗറ്റീവ് ഘടകം. അത് ഒഴിവാക്കാൻ പറ്റണം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ടൈം തേർഡ് ടൈം ചെയ്യുമ്പോൾ ഹൈലി ടെൻഷനായിരിക്കും. അങ്ങനെ ടെൻഷൻ അടിക്കില്ല. എനിക്ക് യഥാർത്ഥ വസ്തുതകളെല്ലാം മനസ്സിലായി, ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, പരീക്ഷയുടെ കാര്യങ്ങൾ മനസ്സിലായി, നീറ്റിൻ്റെ ആ ഒരു ദിവസത്തെ കാര്യം എനിക്ക് മനസ്സിലായി. ഏത് രീതിയിൽ എക്സാം വന്നു കഴിഞ്ഞാലും അതിനകത്ത് നമ്മൾ പണ്ട് പറയുമായിരുന്നു, ഇപ്പം നീറ്റ് 2024 പോലെ വന്നാലും അല്ല 23 പോലെ വന്നാലും അതിനകത്ത് അവനോൻ എഴുതേണ്ട ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ 2020 ഏറ്റവും ടഫായിരുന്നു, പക്ഷേ 500 മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആണെങ്കിൽ അതിനകത്ത് അവനോന് പാകത്തിലുള്ള അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് 2026 ഏത് രീതിയിൽ പരീക്ഷ വന്നാലും ഒരു ഗവൺമെൻറ് മേഖലയിൽ മേടിക്കാൻ വരുന്ന രീതിയിലുള്ളൊരു ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ അതിനകത്തുണ്ടാവും. അത് കണ്ടുപിടിക്കുകയും എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ രീതി. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ച് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് ടൈം ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് ടൈം ചെയ്യാം. അതിനൊന്നും ഒരു മോശമായിട്ട് കരുതേണ്ട അവസ്ഥയില്ല. സർ, അതുപോലെ നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത് പോകുന്ന എല്ലാ വീഡിയോകളുടെ അടിയിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ എപ്പിസോഡ് കാണുന്ന 99% ആളുകളും അറിയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മാർക്കിനനുസരിച്ചുള്ള സാധ്യതകളാണ്. കട്ട് ഓഫ്. സാർ, അതെന്തായിരിക്കും? നമുക്കിപ്പം 2024 വെച്ചിട്ടുള്ള സാധ്യതകൾ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതും. അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 25,000 റാങ്ക് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് സീറ്റ് കിട്ടും. കേരള റാങ്ക് 1000-നകത്തുണ്ട്, കേരളത്തിൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടും.
അല്ലെങ്കിൽ 1400 ഉണ്ടെങ്കിൽ ഈഴവ മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ ഗവൺമെൻറ് MBBS കിട്ടും. EWS കാറ്റഗറിക്ക് ഒരു 2500 റാങ്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാറ്റഗറി അടിസ്ഥാനത്തിൽ കിട്ടും. അപ്പം അവർക്ക് സാധ്യതകളെല്ലാം അറിയാം. പക്ഷേ 2025 എന്തായിരിക്കും അവരുടെ എന്നാണ്. പക്ഷേ അത് നമ്മുടെ എക്സാം പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പോലെ തന്നെ തികച്ചും വ്യത്യസ്തമായിരിക്കും ഈ വർഷത്തെ അലോട്ട്മെൻറ്റ്. ഒരിക്കലും 2024 പോലെയോ 2023 പോലെയോ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞു, കാരണം നമ്മുടെ മലയാളികളുടെ ആദ്യത്തെ ടോപ്പ് റാങ്കിലുള്ളവരുടെയൊക്കെ എണ്ണത്തിലുള്ള വ്യത്യാസങ്ങൾ അത് തീർച്ചയായിട്ടും നമുക്ക് ആ അലോട്ട്മെൻറ്റ് ഘടകങ്ങളെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് ഒരിക്കലും ഒരു അനലൈസിലോട്ട് നമ്മൾ എത്തരുത്. ഇന്നതാണ് കിട്ടുന്നത് അല്ല ഇന്നത് കിട്ടുകയില്ല എന്ന് വിചാരിക്കരുത്. ഇത്തവണ ഏത് റാങ്കിലും കിട്ടാം. അപ്പം പിന്നെ കോളേജുകൾ പുതിയതായിട്ട് വരുന്നുണ്ട്, ധാരാളം പുതിയ കോളേജുകൾ വരുന്നുണ്ട് ഗവൺമെൻറ് മേഖലയിൽ തന്നെ. അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ കേരള മെഡിക്കൽ റാങ്ക് വരണം, കേരളത്തിൻ്റെ കാറ്റഗറി റാങ്ക് വരണം. അപ്പം ഇപ്പോൾ SC വിഭാഗമാണ് അല്ലെ ST വിഭാഗമാണ് അല്ലെ EWS വിഭാഗമാണ് അല്ലെ ഈഴവ മുസ്ലിം ഒക്കെ ആവാം. അതിന് കേരള മെഡിക്കൽ റാങ്ക് വന്ന് കേരള കാറ്റഗറി റാങ്ക് വരുന്നത് ഏതാണ്ട് ജൂലൈ 10. അതുവരെ ഒരു സമാധാനത്തോടെ ഇരിക്കണം നമ്മളുടെ സാധ്യതകൾ അറിയാനും. മുൻ വർഷങ്ങളിലേക്കായാലും മലയാളികൾക്ക് സാധ്യതകളാണ് ഈ വർഷം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്കതിന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് എത്രത്തോളം മനസ്സിലാകുമെന്നുള്ളത് നമുക്കറിയില്ല. എത്രത്തോളം പേര് ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ സെപ്റ്റംബറിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. മുൻ വർഷങ്ങളിലേക്കായാലും ആ ലാസ്റ്റ് റാങ്കിൻ്റെ ആയിരിക്കില്ല ഒരിക്കലും ഈ വർഷത്തെ ലാസ്റ്റ് റാങ്ക്, ഗവൺമെൻറ് മേഖലയാണെങ്കിലും ഓരോ കാറ്റഗറി വെച്ചിട്ടുള്ളതാണെങ്കിലും. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ റാങ്ക് അനുസരിച്ച് കിട്ടും അല്ലെ കിട്ടുകയില്ല എന്ന് ദയവായിട്ട് വിചാരിക്കരുത്. കേരള മെഡിക്കൽ റാങ്ക് വരണം, കേരള കാറ്റഗറി റാങ്ക് വരണം, ഓൾ ഇന്ത്യയുടെ 2 അലോട്ട്മെൻറ്റുകൾ, ഓൾ ഇന്ത്യ 2 അലോട്ട്മെൻറ്റ്, കേരള 2 അലോട്ട്മെൻറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ വർഷത്തെ ഒരു സാധ്യതയെക്കുറിച്ച് ഏകദേശമെങ്കിലും, ഇനി ബാക്കി ഞാൻ ഉൾപ്പെടെ അല്ലെ നമ്മൾ ഉൾപ്പെടെ ആര് പറഞ്ഞാലും അത് നിങ്ങൾ മുഖവിലേക്ക് എടുക്കരുത്. നിങ്ങൾ 2 അലോട്ട്മെൻറ്റ് വരെ ഒരു ജൂലൈ അവസാനം ആഗസ്റ്റ് ഒരു 10 വരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ വർഷത്തെ കൃത്യ സാധ്യതകൾ മനസ്സിലാകണമെങ്കിൽ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വേണം കിട്ടുകയില്ലേ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. കാരണം ഈ വർഷത്തെ എക്സാം പോലെ തന്നെയും റാങ്ക് വന്ന പോലെ തന്നെയും അൺപ്രഡിക്റ്റബിൾ ആണ് നീറ്റ് 2025 അലോട്ട്മെൻറ്റും. അതിലും എന്തും സംഭവിക്കാം. കാരണം ഇപ്പം പറയാം, അഡ്വാൻസ്ഡുള്ളവരാണ് ഈ റാങ്കിൽ ആദ്യത്തെ 100 റാങ്കിലുള്ള കൂടുതൽ പേരും. 600 മാർക്കിൽ മുകളിലുള്ള ഒട്ടനവധി പേര് അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് ഉള്ളവരാണ്. അവർക്ക് മെയിൻ ടോപ്പ് റാങ്ക് ഉള്ളവരാണ്. അവർ ഈ ജോസ സീറ്റ് ലൊക്കേഷനിൽ അഡ്മിഷൻ എടുത്തവരാണ്. അതുകൊണ്ട് അപ്പം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുൻ വർഷങ്ങളിലെ ലാസ്റ്റ് റാങ്ക് അനുസരിച്ച് ഒരു സീറ്റ് കിട്ടുകയില്ല എന്നുള്ളത് ഒരു കാരണവശാലും വിചാരിക്കരുത്. അതിനെയൊക്കെ മാറ്റിവെക്കുന്നതായിരിക്കും നീറ്റ് 2025 അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ടും അലോട്ട്മെൻറ്റുകളിലൂടെ മുമ്പോട്ട് പോകാം. അലോട്ട്മെൻറ്റ് വഴി അല്ലാതെ സീറ്റും കിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റാണ് ആഗ്രഹിക്കുന്നത്, MCCയുടെ വെബ്സൈറ്റ് വഴി ആദ്യത്തെ റൗണ്ടിൽ തന്നെ മുഴുവൻ സീറ്റുകളും കൊടുക്കുക, പോകാവുന്ന മുഴുവൻ സീറ്റും കൊടുക്കുക. അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. കേരളത്തിലൊരു ഗവൺമെൻറ് സീറ്റാണ് നോക്കുന്നത്, സിയുടെ വെബ്സൈറ്റ് വഴി ആദ്യത്തെ അലോട്ട്മെൻറ്റ് തന്നെ എല്ലാ ഗവൺമെൻറ് സീറ്റുകളും വെക്കുക. സെൽഫ് ഫിനാൻസിങ് ആണോ നോക്കുന്നത്, കേരളത്തിൻ്റെ വെബ്സൈറ്റിലെ എല്ലാ സെൽഫ് ഫിനാൻസിങ് വെക്കുക. ഡീംഡ് കോളേജാണോ MCCയുടെ വെബ്സൈറ്റ് വഴി വെക്കുക. AFMC ആണോ, ESI ആണോ, മറ്റ് അലൈഡ് കോഴ്സുകളാണോ, അലോട്ട്മെൻറ്റ് വഴി മാത്രമേ നിങ്ങൾക്ക് സീറ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആരും സീറ്റ് മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ ദയവായിട്ട് അത് വിശ്വസിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ടും mcc.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, tnmedicalselection.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, CET ഓൺലൈൻ KEA കർണാടകയുടെ എൻട്രൻസിൻ്റെ അത് വെബ്സൈറ്റ് നോക്കുക, joinindianarmy.nic.in മിലിറ്ററി നേഴ്സിങ്ങിന്. ഈ വെബ്സൈറ്റുകളിലൂടെ അല്ലാതെ അലോട്ട്മെൻറ്റുകളും നടക്കില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും വെബ്സൈറ്റുകളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ വീഡിയോകൾ എന്താണ് വരാത്തത്. നമ്മളെല്ലാം ലൈവ് സെക്ഷനാണ് അറേഞ്ച് ചെയ്യുന്നത്, പ്രധാനമായും നമ്മൾ പറയേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബെർലിൻ്റെ നീറ്റ് ചാനലിനകത്ത് 2 സെക്ഷനുകളുണ്ട്, ഒന്ന് വീഡിയോ ഇടുന്ന സെക്ഷനും ഉണ്ട്, ഒന്ന് ലൈവ് സെക്ഷനുകളുണ്ട്. അപ്പം ലൈവ് സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും 7 മണിക്ക് ലൈവ് ഉണ്ട്. അത് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, ലൈവിനകത്ത് കയറി കാണാം. പക്ഷെ അത് വീഡിയോയുടെ സെക്ഷനിൽ വരില്ല. അപ്പോൾ വീഡിയോയുടെ സെക്ഷനുമായിട്ട് ലൈവിൻ്റെ സെക്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാ ദിവസവും 7 മണിക്ക് കയറാൻ പറ്റുമെങ്കിൽ കയറുക. കുട്ടികൾക്ക് ഇപ്പോൾ വേറെ ഇതില്ല, കുട്ടികൾ തീർച്ചയായിട്ടും കാണുക. മാതാപിതാക്കൾ വീട്ടിലുള്ളവർ അതും കാണുക. കാരണം
2025 അലോട്ട്മെൻറ്റും സാധ്യതകളും ഇപ്പോഴും അൺപ്രഡിക്റ്റബിൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം നമ്മൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്ന ആ ഒരു ദിവസത്തെ അവസ്ഥയിലായിരുന്നു ഈ ശിവൻ സാറിനൊപ്പം നിങ്ങൾ കാണുന്നതിന് മുൻപ്. കാരണം കുറച്ച് നമ്മൾ പേടിച്ചുകൊണ്ടാണ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നത്. അതുപോലെ തന്നെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും നമ്മൾ ചെറിയൊരു പേടിയിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പം നിങ്ങൾക്ക് ആശ്വാസത്തിന് ഒരുപാട് വാക്കുകൾ ശിവൻ സാറ് പറഞ്ഞു തന്നു. 2024 അത് തന്നെയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ 200 മാർക്ക് മേടിച്ച ആളും ഏറ്റവും സന്തോഷത്തിലായിരുന്നു. കാരണം എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു. പക്ഷേ അലോട്ട്മെൻറ്റിലോട്ട് നടന്നു കഴിഞ്ഞ് സെപ്റ്റംബർ അവസാനമായി കഴിഞ്ഞപ്പോഴാണ് 649 മാർക്കുള്ള ആൾക്കും ഗവൺമെൻറ് മേഖല സീറ്റ് കിട്ടിയില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. 2025 നേരെ വിപരീതമാണ്. വളരെ ടഫായിരുന്നു. എല്ലാവരും ഡീപ് നീ ഉൾപ്പെടെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങി വന്നത്. പക്ഷേ സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾ അർഹിച്ചിരുന്ന സീറ്റ്, തീർച്ചയായിട്ടും അർഹിച്ചിരുന്ന സീറ്റ്, ആ വാക്ക് നമുക്ക് പറയാം, അതൊരു സീറ്റ് ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നവമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്നുണ്ട് ഒരു പക്ഷേ ഒരു സ്പാം, അതായത് നമ്മൾ കൃത്യമായ ഗൈഡൻസ് തന്നുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് എത്തിക്കാം, നിങ്ങളുടെ ഡേറ്റാസ് ഞങ്ങൾക്ക് തരുമോ. പക്ഷേ അതൊരു സ്പാമാണ്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മുടെ വിവരങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് മറ്റൊരാൾക്കൊരു സീറ്റ് മേടിച്ച് തരിക എന്നുള്ളത് പ്രായോഗികമായി അത്ര നടപ്പിലാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ അത് ഈ മലയാളികളെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ അതാണ്, നമുക്ക് അലോട്ട്മെൻറ്റ് വഴി മാത്രമേ സീറ്റ് കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിക്ക് നമ്പറില്ല, നമ്മൾക്കാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ വിളിച്ചിട്ട് നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നിങ്ങൾക്ക് ഇന്നത് കിട്ടുമെന്ന് പറയാനാവില്ല. അത് ആർക്കും ആവില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. യെസ്. ശിവൻ സാർ പറഞ്ഞാൽ ഇതൊരു 6th സെൻസിലൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾക്ക് കൃത്യമായ ഒരു അറിവും കൃത്യമായ ഒരു ഗൈഡൻസും ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റുകൾ വഴി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക, ഓരോ അലോട്ട്മെൻറ്റിലും പങ്കെടുക്കുക, ചോയ്സുകൾ കൊടുക്കുക, അതിൻ്റെ ലാസ്റ്റ് റാങ്ക് നോക്കുക, എന്നിട്ട് സാധ്യതകൾ അത് മാത്രമേ ഈ വർഷം നടക്കുകയുള്ളൂ. അല്ലാതെ ഏത് റാങ്കിനാണ് കിട്ടുന്നത്, ഇന്നിടത്തെല്ലാം അപ്ലൈ ചെയ്യാം, അങ്ങനെ ഒരിക്കലും പറയാനായിട്ടാവില്ല. മാക്സിമം സാധ്യതകൾ എല്ലാവരും നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. യെസ്. പിന്നെ ഒരു കാര്യം കൂടി, ബ്രില്യൻറ്റിൻ്റെ ലൈവ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം അവിടെ നമ്മൾ പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഇന്നത് കിട്ടുമെന്നല്ല പറയുന്നത്. കേരളയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട സമയമായി, കേരളയുടെ സൈറ്റിൽ ഇന്ന കോളേജുകളാണുള്ളത്, ഇതിന് കഴിഞ്ഞ വർഷം ഇന്ന റാങ്കുകളാണ് കിട്ടിയത്, അപ്പം നിങ്ങൾ ഇന്നത് കൊടുക്കണം. അഡ്മിഷൻ കിട്ടി, നിങ്ങൾ ഇന്ന സർട്ടിഫിക്കറ്റുകളായിട്ട് പോകണം. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് തുടങ്ങി, ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് കോളേജുകൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. അല്ലാതെ അവിടെ നമ്മൾ ഇന്ന റാങ്ക് ഉള്ളവർക്ക് ഇന്നത് കിട്ടുന്നൊന്നും നമ്മൾ അവിടെ സാധ്യതകളല്ല നമ്മൾ പറയുന്നത്. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആ ലൈവ് സെഷനിൽ പറയേണ്ടത്. എങ്ങനെയാണ് അലോട്ട്മെൻറ്റുകളെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ആർക്കും സീറ്റ് മേടിച്ചു കൊടുക്കാമെന്ന് നമ്മൾ പറയുന്നില്ല. ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഈ പറഞ്ഞത് ശരിക്കും ശിവൻ സാറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് ആ ലൈവിൻ്റെ ഭാഗമാകുമ്പം, അല്ലെങ്കിൽ ഞങ്ങൾ വിവിധ മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയ വിദ്യാർത്ഥികളുടെ ബൈറ്റ്സൊക്കെ കേൾക്കുമ്പോൾ അറിയാം. അതായത് കൃത്യമായ ഗൈഡൻസിലൂടെ അവർക്ക് അർഹതപ്പെട്ട സീറ്റിലേക്ക് എത്തിച്ചതിൽ ബ്രില്യൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്, ശിവൻ സാറിന് വലിയ പ്രാധാന്യമുണ്ട് എന്നൊക്കെ എപ്പോഴും വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടാറുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവി അത് മറ്റൊരു സ്പാമിൽ ചെന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ഒരു അഭ്യർത്ഥന ബ്രില്യൻറ്റിനുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ട കാര്യം, ബ്രില്യൻറ്റ് എന്നും, അതായത് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും കൃത്യം 7 മണിക്ക് നയിക്കുന്ന, ശിവൻ സാറ് നയിക്കുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള, ഏറ്റവും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ലൈവ്, നിങ്ങൾ ആ ലൈവിൻ്റെ ഭാഗമാവുക. നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും, കൂടാതെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ നമ്മുടെ ലൈവിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു സമയമോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരിക്കാം. കാരണം അവർ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് ഈ ഒരു നമ്മുടെ ബ്രില്യൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ അവരെയും ഈ ഇൻഫർമേഷൻ അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ ബ്രില്യൻറ്റ് സ്വാഗതം ചെയ്യുന്നത് നിങ്ങളുടെ ഡേറ്റ കളക്ഷൻ മേടിച്ചുകൊണ്ടല്ല, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഓപ്പൺ ലൈവ് നടത്തിക്കൊണ്ടാണ് ബ്രില്യൻറ്റ് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങളുടെ ഒരു ഡേറ്റയും വേണ്ട, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകണമെങ്കിൽ അതിൽ ബ്രില്യൻറ്റ് എത്രമാത്രം ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് യൂട്യൂബിൽ വന്നൊരു ലൈവ് വന്ന് എല്ലാവരോടുമായി പറയുന്നത്, എല്ലാവരുടെയും സംശയങ്ങൾ നിവാരണം ചെയ്ത് എല്ലാവർക്കും അർഹതപ്പെട്ട സീറ്റ് തരുന്നത്. അപ്പോൾ കേരളത്തിലുള്ള ജനങ്ങൾ ഒരിക്കലും കബളിപ്പിക്കപ്പെടരുത് എന്ന അതിയായ ആഗ്രഹത്തിൽ നിന്നും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ നടത്തുന്ന 7 മണിക്കത്തെ, ശിവൻ സാർ നടത്തുന്ന 7 മണിക്കത്തെ ലൈവിൽ എല്ലാവരും ഭാഗമാവണം. ഇന്ന് ലോകമെമ്പാടും കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center.
India's #1 coaching center for NEET and JEE.